അന്ന് കുറച്ച് എതിർപ്പുകളുണ്ടായി. ഈ ഒരു സമയത്ത് അങ്ങോട്ട് ചെന്നാൽ ആർമിക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ചൊരു വാദങ്ങളുണ്ടായി. അതിന് എതിർവാദങ്ങളുണ്ടായി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു. അപ്പോഴെന്ത് തോന്നി? ഞാൻ പൊതുവെ അത്തരം വാദങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ പലതും യാതൊരു യുക്തിസഹമല്ലാത്ത വാദങ്ങളാണ്. ഇപ്പോൾ അവിടേക്ക് പോയാൽ അത് പറയുന്നവർക്ക് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാൽ അവരങ്ങനെ എഴുതില്ല. കാരണം 100 ബുള്ളറ്റുകൾ തയ്യാറാവണം. ബുള്ളറ്റ് ബൈക്കുള്ള ആളുകൾ വേണം, ഈ മനസ്ഥിതിയുള്ള ആളുകൾ വേണം, ബുള്ളറ്റ് ബൈക്ക് ഫുൾ ഫിറ്റായിരിക്കണം, ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള കാശ് സംഘടിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് വലിയൊരു എഫേർട്ട് വേണമെന്ന് ചിന്തിക്കാതെയാണ് പറയുന്നത്. ഇപ്പോൾ നാളെ രാവിലെ 100 ബുള്ളറ്റ് എടുത്ത് പോകാൻ കേരളത്തിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയ്ക്ക് പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. അതൊക്കെ വിവരക്കേടായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ആർമിയുടെ ഉത്തരവാദിത്വം കൂട്ടും. ഞാൻ ആ സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ ആളുകളോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഭാരതത്ത് സഞ്ചരിക്കാൻ നിങ്ങൾ ആരെ പേടിക്കാനാ, നിങ്ങൾ വാ. അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് 100 പേരെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെന്നാണോ പറയുന്നത്? 100 അല്ല, 1000 അല്ല, 1,00,000 ആൾ പോയാലും ഭാരതത്തിൻ്റെ സേന സംരക്ഷിക്കാൻ സുസജ്ജാണ്. അവിടെ സംഭവിച്ചത്, പഹൽഗാമിൽ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള ചില സഹായങ്ങളോടുകൂടെ ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് വെച്ച് ഭാരതത്തിൻ്റെ സൈന്യത്തിന് നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ അതിലും വലിയ ഭീരുത്വം ഉണ്ടോ? ഈ പെഹൽഗാമിൽ അങ്ങ് പോയിരുന്നോ? അതോ? പെഹൽഗാമിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഈ മൊത്തത്തിലൊരു നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷം ഉപയോഗപ്പെടുത്തുകയായിരിക്കും. അതെ, ഞാൻ വളരെ ഒരു 4 വർഷത്തോളമായിട്ട് നിരന്തരം കാശ്മീരിൽ പല കാര്യങ്ങൾക്കായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. അപ്പം നമ്മുടെ ആശയം തന്നെ കശ്മീര ശൈവ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കശ്മീരിലുമായിട്ട് നിരന്തരം പോകേണ്ട സാഹചര്യം എനിക്ക് പല തവണ ഉണ്ടായിട്ടുണ്ട്. ആളുകളെ കൂടെ പോയിട്ടുണ്ട്, ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട്. അഭിനവ് ഗുപ്ത ഗുഹയിലൊക്കെ ബീർവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഒരു 10-50ഓളം പേര് ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ജാവേദ് ബീഗ് എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. ജാവേദ് ബീഗ് ചിലപ്പോൾ പരിചയം ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രതിനിധിയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംസാരിക്കുന്ന ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹമാണ് ആ കശ്മീരിലെ അഭിനവ് ഗുപ്ത ഗുഹ സംരക്ഷിക്കുന്നത്. ശാരദാ ക്ഷേത്രം സംരക്ഷിക്കുന്നത് അജാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ്. ധാരാളം മുസ്ലിങ്ങൾ, ഭാരതത്തിൻ്റെ ദേശീയധാരയുമായി ചേർന്ന് നിൽക്കുന്ന ധാരാളം മുസ്ലിങ്ങളാണ് പല ക്ഷേത്രങ്ങളും അവിടെ സംരക്ഷിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ മാറിയ ഒരു സാഹചര്യം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടതുകൊണ്ടാണ് പറയുന്നത്. പല വീടുകളിൽ നിന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളെ തീവ്രവാദിയാക്കാൻ കിട്ടുന്നില്ല. എന്താ കാരണം? എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നുള്ളത് വളരെ കൃത്യമായി നടപ്പിലാക്കി. അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ അവിടെയുള്ള കുട്ടികൾ കല്ലെറിയാൻ പോകുന്നില്ല. ഈ സ്റ്റോൺ പെൽറ്റേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ കശ്മീരിയുടെ മകനാണ്. ആ സമയത്ത് ഗിലാനിയുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? ഗിലാനിയുടെ മക്കൾ പഠിക്കുന്നത് ലണ്ടനിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്. ഹുറിയത്ത് നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവരൊക്കെ വിദേശങ്ങളിൽ നല്ല ജോലി എടുക്കുന്നു, നന്നായി ജീവിക്കുന്നു, നന്നായി താമസിക്കുന്നു. പാവപ്പെട്ട കശ്മീരിയുടെ മകൻ കല്ലെടുത്തെറിയാൻ പോവാണ്. ഈ ഒരു ഡിവൈഡ് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ജനത്തിന് മനസ്സിലായി. ആ സമയത്ത് അവർ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ദേശീയധാരയോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങി. അത് വലിയൊരു പൊളിറ്റിക്കൽ വിക്ടറിയാണ്. രാഷ്ട്രീയപരമായി തന്നെയുള്ള ഒരു വലിയ വിജയമാണത്. ഇലക്ഷൻ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇലക്ഷനിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല. പല ആളുകളും പറയും ഇലക്ഷൻ നടത്തിയിട്ട് അവിടെ ബി ജെ പി വീണുപോയി, ബി ജെ പി തോറ്റുപോയി. ബി ജെ പി തോറ്റില്ല എന്നുള്ള കാര്യം. ജനാധിപത്യപരമായൊരു പ്രക്രിയയ്ക്ക് കാശ്മീർ ഒരുങ്ങിയോ എന്നുള്ളതാണ്. ഭയമില്ലാതെ ആളുകൾ വോട്ട് ചെയ്യാൻ പോയോ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ടൂറിസ്റ്റുകളോട് ധാരാളം നന്നായിട്ട് പെരുമാറുന്ന, ലോകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാരതത്തിൽ ടൂറിസ്റ്റുകളോട് ഇത്രയും നന്നായി പെരുമാറുന്ന ജനത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. അതൊരു ഓട്ടോക്കാരൻ മുതൽ ടൂറിസ്റ്റുകളോട് വളരെ മര്യാദാപൂർവ്വം പെരുമാറുന്നവരാണ്. പണ്ടൊക്കെ എനിക്ക് പോകുമ്പോൾ കുറി തൊട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, കുറി തൊട്ട് നിങ്ങൾ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിൽ. നിങ്ങൾ ഭൂമി വാങ്ങാൻ പോയാൽ വേറെ വിഷയമാണ്, അത് വേറെ കാര്യം. പക്ഷേ ടൂറിസ്റ്റുകളോട് നന്നായി പെരുമാറുന്നു. അപ്പോൾ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചരിയണ്ട. പ്രീണനം നടക്കുന്നില്ല പണ്ടത്തതുപോലെ.
പകരം ഭയം കൊണ്ട് അവരെ ഭയപ്പെടുത്തുക. അത് കശ്മീരിലെ ജനതയ്ക്കെതിരെയുള്ള ആക്രമണമാണ്, അവരുടെ ബിസിനസ് തകർക്കാനുള്ള ആക്രമണമാണ്. കശ്മീരിൻ്റെ GDP തന്നെ മാറി തുടങ്ങിയ പശ്ചാത്തലത്തിൽ അതിനെതിരെയുള്ള ആക്രമണമാണ്. അതൊന്നും ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ധാരാളം ആളുകൾ കശ്മീരിൽ പോകണം, കാശ്മീരിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം. ഭീകരവാദികളെ പേടിച്ചുകൊണ്ട് ഭാരതത്തിൽ ഒരു സ്ഥലത്തും പോകാതിരിക്കേണ്ട സാഹചര്യമില്ല.